സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് എന്നെ തന്നെ ശരണം പ്രാപിക്കുക. സകല ജീവജാലങ്ങളിലും കേവലമായ തലത്തിൽ ഞാനെന്ന് സ്ഫുരിക്കുന്ന ബുദ്ധി ചൈതന്യം ആ ഭഗവാൻ തന്നെയാണ്. അതിനെ മറന്ന് ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും ശരീരത്തിലും സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലും താൽപ്പര്യം പൂണ്ട് മാനവൻ കാട്ടിക്കൂട്ടുന്ന കോപ്പിരാട്ടികൾ തന്നെയാണ് അവൻ്റെ നിത്യദുഃഖം. ഭഗവാന്റെ ശരണാഗതി സ്വീകരിക്കാതെ ബുദ്ധിയോഗം പ്രാപ്തമാവില്ല. ഇത് പൂർവാചാര്യ സിദ്ധാന്തമാണ്. നമ്മൾ മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയാണ് പറഞ്ഞു വന്നിരുന്നത്. ഗീതയുടെ 2-ാം അധ്യായത്തിൻ്റെ പ്രഥമ ഭാഗമായ സാഖ്യ സന്ദർഭം, സാഖ്യം യോഗമെന്ന് 2-ആയി പ്രഥമ ഭാഗം തിരിയുന്നുണ്ട്. അതിലെ സാഖ്യ സന്ദർഭത്തിലെ 49-ാം ശ്ലോകം, 2-ാം അധ്യായത്തിലെ 49-ാം ശ്ലോകം, അതാണ് നാം എടുത്തു വന്നിരുന്നത്. അതിൽ ബുദ്ധൗ ശരണമന്വിച്ച, അതിൽ ശരണമെന്ന ശബ്ദത്തിന് സംസ്കൃതത്തിൽ വാസമെന്നുകൂടി അർത്ഥമുണ്ട്. ശരണം ഗൃഹരക്ഷിയോർ വധരക്ഷണയോരപി എന്നു കോശങ്ങളിൽ അർത്ഥനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ശരണം ഗൃഹരക്ഷിയോർ വധരക്ഷണയോരപി, ബുദ്ധിയിൽ തൻ്റെ വാസസ്ഥാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ബുദ്ധിയിലിരിക്കുക. ബുദ്ധി ബ്രഹ്മജ്ഞാനമാണ്. നിത്യം തന്നെ ബ്രഹ്മജ്ഞാന പ്രാപ്ത്യർത്ഥം മുഴുകുക, അതാണ് ബുദ്ധിയുടെ ശരണാഗതി. ഭഗവത് ശരണാഗതി തന്നെ. ഭഗവത് ശരണാഗതിയാണ് ബുദ്ധിയുടെ ശരണാഗതി. ബ്രഹ്മചിന്തനത്തിൽ സദാ സർവദാ മുഴുകുക. തച്ചിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം ഏതദേക പരത്വം ച ബ്രഹ്മാഭ്യാസം വിദുർബുധാഃ എന്നാണ് പറയുന്നത്. തച്ചിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം ഏതദേക പരത്വം ച ബ്രഹ്മാഭ്യാസം വിദുർബുധാഃ. ബ്രഹ്മചിന്തനം ചെയ്യുക, ബ്രഹ്മചർച്ച ചെയ്യുക, പരസ്പരം ബ്രഹ്മത്തെക്കുറിച്ച് താന്താങ്ങളുടെ അറിവ് പങ്കുവയ്ക്കുക. ബദരിനാരായണനിൽ ചെന്നാൽ അവിടെ ഋഷിമാർ കണ്ടിരുന്ന ഒരു കാഴ്ചയുണ്ട്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ സനകൻ, സനൽകുമാരൻ, സനന്ദൻ, ഇവരവിടെയുണ്ട്. സനാതനനും സനകനും സനൽകുമാരനും സനന്ദനും ഇവരെല്ലാം ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. ഭാഗവതധർമ്മം ആരംഭിക്കുമ്പോൾ തന്നെ നാരദര്
അങ്ങോട്ടാണ് പോയത്. ഭാരത പര്യടനമെല്ലാം കഴിഞ്ഞ് വിലപിക്കുന്ന ഭക്തിയെ കണ്ട് വിഷാദചിത്തനായിത്തീർന്ന നാരദൻ ചെല്ലുമ്പോൾ ഇവരവിടെ ഇരിപ്പുണ്ട്. ഒരാൾ പറയും, ബാക്കിയുള്ളവർ കേൾക്കും. അല്ലാതെ ചർച്ചയെ ഏറ്റുമുട്ടലുമൊന്നുമല്ല, മത്സരവുമല്ല. അറിവാണ് പറയുന്നതെങ്കിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല. അറിവല്ല പറയുന്നതെങ്കിൽ മത്സരിച്ചിട്ട് കാര്യവുമില്ല. അറിവല്ലാത്തത് പറയുക, അറിവില്ലാത്തവരെ കൊണ്ട് പറയിപ്പിക്കുക, അറിവില്ലായ്മയെ സാർവലൗകികമാക്കുക, ഇത് മാധ്യമങ്ങളുടെ കളിയായി തീർന്നിട്ടുണ്ട്. ബ്രഹ്മചിന്തനം ചെയ്യുക, ബ്രഹ്മചർച്ച ചെയ്യുക, പരസ്പരം ബ്രഹ്മത്തെക്കുറിച്ച് താന്താങ്ങളുടെ അറിവ് പങ്കുവയ്ക്കുക, ബ്രഹ്മൈക പരായണനാവുക, ഇതെല്ലാം ബ്രഹ്മാഭ്യാസമാണ്. അപ്പോൾ ബ്രഹ്മാഭ്യാസം എന്ന് പറഞ്ഞാൽ തച്ചിന്തനം, തത്കഥനം, അന്യോന്യം തത്പ്രബോധനം, ഇതാണ്. അതിന് ബുദ്ധിയെ ശരണം പ്രാപിക്കുക. ബുദ്ധി ശരണത്തിൽ ഇപ്രകാരം പെട്ടെന്നെത്താൻ കഴിയില്ലെങ്കിൽ തദർത്ഥം അഭിലാഷം വച്ച് പുലർത്തുക. അൻവിച്ഛ, ശരണം അൻവിച്ഛ, അതിനാഗ്രഹിക്കുക. കുറേ നാൾ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ ആവും. ഇപ്പം കഴിയുന്നില്ല, കഴിയണം എന്നൊന്നും പറഞ്ഞാൽ ആവില്ല. കാരണം നേരത്തെ ആഗ്രഹിച്ചതെല്ലാം കിടക്കുന്നു, അതിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ബുദ്ധിയെ ശരണം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുക. ഏതുപായം കൊണ്ട് നാം ബുദ്ധിയുടെ ശരണാഗതിയിലാവും? സത്സംഗത്തിന് പോവുക. അതൊരു ശരണാഗതി തന്നെയാണ്. അവിടെ അറിഞ്ഞാലും ഇരിക്കുക. അങ്ങനെ ശരണാഗതി അടയും. പല പണ്ഡിതന്മാരും ബുദ്ധൗ ശരണം അന്വിച്ഛയുടെ വേറൊരർത്ഥമാണ് പറയുന്നത്. കഠോപനിഷത്തിൽ പറയുന്നു, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച. കൊണ്ട് ഈ ശ്ലോകത്തിന് നല്ല രീതിയിൽ പല പണ്ഡിതന്മാരും പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിന് മൗലികമായ ഒരു ശ്രുതിയെ അവർ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച. ബുദ്ധി എന്നെവിടെയെങ്കിലും കണ്ടാൽ സാരഥി എന്ന് കരുതുക. സാരഥി നമ്മെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി തന്നെയാണ്. ശരീരമാണ് രഥം, ആത്മാവാണ് രഥി, സ്വാമി. സാരഥി ബുദ്ധിയാണ്. അർജുനൻ രഥത്തിലിരിക്കുന്നു, അദ്ദേഹം രഥിയാണ്. അർജുന സാരഥിയാണ് കൃഷ്ണൻ.
അർജുനൻ്റെ സാരഥി ബുദ്ധിയായ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ തന്നെയാണ്. ബുദ്ധിയെ ശരണം പ്രാപിക്കാൻ ഭഗവാൻ പറയുമ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് അർത്ഥം. സാരഥിയെ, ബുദ്ധിയെ ശരണം പ്രാപിക്കുക. ശ്രീകൃഷ്ണചന്ദ്രൻ്റെ ശരണത്തിലാവുക. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നിന്റെ യോഗവും ക്ഷേമവും താൻ വഹിക്കുമെന്ന പ്രതിജ്ഞയോടുകൂടി സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് എന്നെ തന്നെ ശരണം പ്രാപിക്കുക. സകല ജീവജാലങ്ങളിലും കേവലമായ തലത്തിൽ ഞാനെന്ന് സ്ഫുരിക്കുന്ന ബുദ്ധി ചൈതന്യം ആ ഭഗവാൻ തന്നെയാണ്. അതിനെ മറന്ന് ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും ശരീരത്തിലും സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലും താൽപ്പര്യം പൂണ്ട് മാനവൻ കാട്ടിക്കൂട്ടുന്ന കോപ്പിരാട്ടികൾ തന്നെയാണ് അവൻ്റെ നിത്യദുഃഖം. അതുകൊണ്ട് മാനവ മനസ്സിനെ ജഗദീശ ഉത്സംഗത്തിലേക്കുയർത്തുന്ന സനാതന രഹസ്യത്തെ ഭഗവാൻ പറയുമ്പോൾ ബുദ്ധൗ ശരണമന്വിച്ച ശ്രീകൃഷ്ണചന്ദ്രൻ്റെ ശരണത്തിലാവുക. ഇതാണ് ബുദ്ധൗ ശരണമന്വിച്ച എന്നതിനർത്ഥം. ബുദ്ധൗ ശരണമന്വിച്ച തഥാ ബുദ്ധിയോഗം പ്രാപ്സ്യസി തസ്മാത് ബുദ്ധിയോഗാത് ദൂരേണ ഹ്യവരം കർമ്മ എന്നിങ്ങനെ അന്വയിക്കണം. ഭഗവാന്റെ ശരണാഗതി സ്വീകരിക്കാതെ ബുദ്ധിയോഗം പ്രാപ്തമാവില്ല. ഇത് പൂർവാചാര്യ സിദ്ധാന്തമാണ്. ഈശ്വരാനുഗ്രഹാദേശാം പുംസാം അദ്വൈതവാസന മഹാഭയകൃതത്രാണാദിത്രാണം യതി ജന്യതേ. ഈശ്വരാനുഗ്രഹാദേശാം പുംസാം അദ്വൈതവാസന മഹാഭയകൃതത്രാണാദിത്രാണം യതി ജന്യതേ. അദ്വൈത ബുദ്ധിയുടെ കാര്യമിരിക്കട്ടെ, അദ്വൈത വാസനയും കൂടി ഈശ്വരാനുഗ്രഹമില്ലാതെ സംഭവമല്ല. ഈശ്വരാനുഗ്രഹം ലഭ്യമായതിൻ്റെ അടയാളമാകട്ടെ അദ്വൈത വാസന ഒന്നു തന്നെയാണ്. ഒരാൾക്ക് ഈശ്വരാനുഗ്രഹമുണ്ടോ എന്നറിയുന്നത് അയാൾക്ക് അദ്വൈത വാസനയുണ്ടോ എന്നുള്ളതിൽ നിന്നാണ്. ദ്വൈതവാസനകളെല്ലാം അറ്റുപോവുകയും അദ്വൈതവാസന മുഴുകുകയും ചെയ്യുമ്പോഴാണ് അയാൾ ഈശ്വരാനുഗ്രഹം ലഭ്യമാകും. അദ്വൈത അഭിരുചി അതില്ലെങ്കിൽ അത് ഈശ്വരാനുഗ്രഹമല്ല. ദ്വൈത പരമ്പരയിൽ പെട്ടുകിടക്കുകയും ദ്വൈതവാസനകളിൽ മുഴുകുകയും ധനാഭിപ്രാപ്തി ഈശ്വരാധീനമല്ല.
പലരും കരുതുന്നത് ധന അഭിപ്രാപ്തിയാണ് ഈശ്വരാധീനത എന്നാണ്. അല്ല, വിദ്യാധീനമാണ് ഈശ്വരപ്രാപ്തി. ഭാഗ്യാധീനമാണ് ധനപ്രാപ്തി. അത് ഈശ്വരാധീനമല്ല. പലരും ധനത്തെയും ധനാഗമ മാർഗങ്ങളെയും ഈശ്വരാധീനമെന്ന് കരുതുന്നു. അത് ഈശ്വരാധീനമല്ല, ഭാഗ്യാധീനമാണ്. ഈശ്വരാനുഗ്രഹമാവട്ടെ അപൂർവ പുരുഷാർത്ഥ സാധ്യമായ അദ്വൈത വാസനയാണ്. അത് അപൂർവമാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് അപൂർവ പുരുഷാർത്ഥ സാധ്യമായ അദ്വൈത വാസനയാണ് മാനിക്കപ്പെടുന്നത്. മറ്റത് ഭാഗ്യാധീനമാണ്, പുണ്യകർമ്മങ്ങളുടെ പരിഭാഗം കൊണ്ടുണ്ടാകുന്നതാണ്. അതുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടായാൽ ചിലർക്ക് നന്നാണ്. ക്ലേശിക്കാതെ അദ്വൈത വാസനയിലേക്ക് പോകാൻ അവർ ശ്രമിക്കും. ഉണ്ടായാലും ചിലർക്ക് ദോഷമാണ്. ആ ധനം, ഭാഗ്യാധീനമായി ലഭിച്ച ധനം കൊണ്ട് അന്യരെ ഉപദ്രവിക്കുവാനും കൂടുതൽ ക്ലേശങ്ങളിലേക്ക് ചെന്ന് ചേരുവാനും സത്യധർമാദികൾ വെടിയുവാനും ധനമുപയോഗിച്ച് എല്ലാം നേടുവാനും ശ്രമിക്കും. അങ്ങനെയെങ്കിൽ ഭാഗ്യാധീനമായ ധനം അപകടകാരിയാണ്. അങ്ങനെയുള്ളവരിൽ, എല്ലാവരിലുമല്ല. ഉത്തമമായ വഴിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ ഭാഗ്യം ഉണ്ടാകാതിരിക്കുന്നതാണ് നന്ന് എന്ന് തോന്നും. ധനമുണ്ട്, മറ്റ് ക്ലേശങ്ങളേറെയാണ്. ധനമുണ്ട്, അത് ഉപയോഗിക്കുന്നത് ഉത്തമ വഴിയിലല്ല. അതുകൊണ്ട് അപൂർവ പുരുഷാർത്ഥവും അപൂർവ പുരുഷാർത്ഥ സാധ്യമായതും അദ്വൈതവാസനയാണ്. അതുകൊണ്ടിവിടെ ശ്രീകൃഷ്ണചന്ദ്രനെ ശരണം പ്രാപിക്കുക, ബുദ്ധൗ ശരണമന്വിച്ഛ എന്നതിന് ഈ അർത്ഥം പറയാം. മറ്റൊരു യതിശ്രേഷ്ഠൻ ഇതിൻ്റെ വ്യാഖ്യാനം വേറെ ഒരു തരത്തിൽ ചെയ്തിട്ടുണ്ട്. ബുദ്ധിയോഗമെന്നാൽ ജ്ഞാനയോഗമെന്ന് അർത്ഥമാണ്. അവരമായ കർമ്മം അതിൽ നിന്നേറെ ദൂരെയാണ്. അതായത് അത്യന്തം നീചകോടിയിലാണ്. ബുദ്ധൗ ശരണമന്വിച്ഛ, ബുദ്ധി ഏതെങ്കിലും സിദ്ധപദാർത്ഥമല്ല. ശരണത്തിലെത്താനാണ്. അതുൽപ്പന്നമാകാതെ പറ്റില്ല. അതുൽപ്പന്നമാകണമെങ്കിൽ അവിദ്യയെ നിവർത്തിപ്പിക്കണം. അവിദ്യാനിവൃത്തി കൊണ്ട് മാത്രമേ ബുദ്ധി ഉളവാകൂ. അപ്പോൾ അത്യന്തം നീചകോടിയിൽ കിടക്കുന്ന അശ്രേഷ്ഠമായ അവരമായ കർമ്മം, അതുകൊണ്ട് ബുദ്ധി ഒരു സിദ്ധപദാർത്ഥമല്ല എന്നറിഞ്ഞ് അതിൻ്റെ ശരണത്തിലെത്താൻ, ബുദ്ധി ഉളവാകാൻ എന്ത് ചെയ്യണം? ബുദ്ധിയുടെ അർത്ഥം ബുദ്ധിയെ തരുന്നത് എന്നാണ്.
അതുകൊണ്ട് ബുദ്ധിയെ തരുന്നത്, ജ്ഞാനത്തെ തരുന്നത് ഗുരുവാകയാൽ ബുദ്ധിശബ്ദത്തിൻ്റെ അർത്ഥം മുമ്പിലും പിമ്പിലും ബുദ്ധിക്ക് ജ്ഞാനം എന്ന് തന്നെയാണ്. അത് തരുന്ന ഗുരു എന്ന് തന്നെയാണ്. ഇവിടെ ബുദ്ധിശബ്ദത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് മുമ്പിലും പിമ്പിലും ജ്ഞാനമെന്നാണ്. അതിനാൽ ബുദ്ധിശബ്ദത്തിന് സാഹചര്യം കൊണ്ട് ബുദ്ധിദാതാവ് എന്നർത്ഥം. ഗുരുവിൻ്റെ ശരണത്തിലെത്തുക. ഏതു ഗുരുവിൽ നിന്ന് ജ്ഞാനയോഗം പ്രാപ്തമായോ അദ്ദേഹത്തിൻ്റെ ശരണത്തിലെത്തുക. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഇത്യാദി മുന്നോട്ട് പറയും. ശ്രീമദ് ഭാഗവതത്തിലും അസങ്കൽപാത് ജയേത്കാമം ക്രോധം കാമവിവർജനാത് ആദിയായി പറഞ്ഞിട്ടൊടുവിൽ പറയുന്നു, ഏതത് സർവം ഗുരൗ ഭക്ത്യ പുരുഷോ അഞ്ജസാ ജയേത്. ഇതെല്ലാം, ഏതത് സർവം, ഇതെല്ലാം ഗുരൗ ഭക്തിയ, ഗുരുഭക്തി കൊണ്ട് പുരുഷന് അഞ്ജസ പെട്ടെന്ന് ജയിക്കാം. കാമാദി സമസ്ത ദോഷങ്ങളും ഗുരുഭക്തി കൊണ്ട് മനുഷ്യൻ മെല്ലെ തരണം ചെയ്യുന്നു. ഈ ഗുരുഭക്തി എങ്ങനെ കാമക്രോധാദി സർവദോഷങ്ങളെയും ജയിക്കുക. ത്രിഫലാചൂർണം കൊണ്ട് വയറ് ശുദ്ധമാകും. അത് കഴിച്ചാൽ വയറിൻ്റെ എല്ലാ ദോഷങ്ങളും തീരും. സർവ ഉപചാരാർത്ഥം ത്രിഫലാചൂർണം സിദ്ധമായി. അതുപോലെ സർവദോഷങ്ങളും മാറാൻ ഏറ്റവും ഉത്തമമാണ് കാമക്രോധാദി സമസ്ത ദോഷങ്ങളെയും ജയിക്കാൻ ഉത്തമമാണ് ഗുരുഭക്തി. ആ ഗുരുഭക്തിയിൽ, ഗുരുവിൽ ശരണാഗതനാവുക എന്നർത്ഥം. ഉന്നതമായ ഈ അറിവിനെ, ഉത്തുംഗപ്രഭാവമായ സനാതന ഭാരതിയെ മഹാഭാരത യുദ്ധക്കളത്തിൽ വെച്ച് സമസ്ത ജന കല്യാണത്തിനുമായി ഏതൊരർജുനനെ നിമിത്തമാക്കി ഗുരുശിഷ്യ പാരസ്പര്യ രൂപേണ പറഞ്ഞുവോ, ആ പരമോന്നതനായ അഹേതുക കൃപാമൂർത്തിയായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്ക് പ്രണമിക്കാം.